ഹലോ, വെൽക്കം ബാക്ക് ടു അജി ബേബീസ് ക്രിയേറ്റീവ് വേൾഡ്. മൈസൂർ ദസറയോടനുബന്ധിച്ച് ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ദീപാലങ്കൃതമായ മൈസൂർ സിറ്റി കണ്ടിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നത് അറിഞ്ഞത്. അപ്പോൾ നിങ്ങളെ കൂടി ഇവിടുത്തെ ഫ്ലവർ ഷോയുടെ ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. മൈസൂർ ദസറയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഫ്ലവർ ഷോ. 2025 സെപ്റ്റംബർ 22 തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ 2 വ്യാഴാഴ്ച വരെയാണ് ഫ്ലവർ ഷോ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നത്. മൈസൂറിലെ കുപ്പണ്ണ പാർക്കിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. പ്രദർശനത്തിന്റെ കേന്ദ്രബിന്ദു ഗ്ലാസ് ഹൗസിനുള്ളിൽ ഒരുക്കിയിട്ടുള്ള കന്യാകുമാരിയിലെ മഹാത്മാഗാന്ധി മ്യൂസിയത്തിന്റെ പുഷ്പമാതൃകയാണ്. നാല് ലക്ഷത്തിലധികം പൂക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതവും ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഗാന്ധിജിയുടെ മാതൃകയും ദണ്ഡി മാർച്ചിന്റെ പുഷ്പചിത്രീകരണവും ഇവിടെ ഉണ്ട്. കർണാടക സർക്കാരിന്റെ 5 ഗ്യാരണ്ടി പദ്ധതികൾ ഗൃഹജ്യോതി, ഗൃഹലക്ഷ്മി, ശക്തി, അന്നഭാഗ്യ, യുവനിധി ചിത്രീകരിക്കുന്ന ഫ്ലോറൽ ഡിസ്പ്ലേകളും ഉണ്ട്. സേനയുടെ വിജയങ്ങൾക്കുള്ള ആദരവായി ഒരു സൈനിക ട്രക്ക്, യുദ്ധവിമാനം, നാവിക കപ്പൽ എന്നിവയുടെ പുഷ്പ മാതൃകകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദസറയിലെ അമ്പാരി വഹിക്കുന്ന ആനയായ അർജുനന്റെ മാതൃക, നവദുർഗ ഭൂമി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന തീം തുടങ്ങിയ ആകർഷണങ്ങളുമുണ്ട്. ഞാൻ ഇവിടെ വെച്ച് വിമൻസ് കോളേജ് KR നഗറിൽ ഫൈനൽ ഇയർ BCom പഠിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സായ കുറച്ച് പെൺകുട്ടികളെ കണ്ടു. അതിൽ ചൈത്ര എന്ന മോൾ നമുക്ക് കന്നഡയിൽ പൂക്കളെക്കുറിച്ച് 4 വരി പാട്ട് പാടി തന്നു. ಬೆಳಕಿನ ಕಿರಣಗಳೇ ಬನ್ನಿಸಿರಿ, ഇരുളുಂದೆ ಬೆಳಕುಂಟು ತೋರಿಸಿರಿ, ನಾಳೆ ನಂಬಿಕೆ ಇರಲಿ ನಮ್ಮ ಬಾಳಲಿ, ಗೆಲ್ಲುವ ಭರವಸೆಯೊಂದೇ ಬೆಳಕಾಗಲಿ, മനവേ ഓ മനവേ നീ അಳುಕದಿರು. 60,000-ത്തിലധികം പൂച്ചെടികളും വിവിധ തരം അലങ്കാര സസ്യങ്ങളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടെ പ്രവേശനം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് പ്രവേശന ഫീസ്. യൂണിഫോം ധരിച്ച സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് 12 മണി വരെ സൗജന്യ പ്രവേശനമുണ്ട്. രംഗോലി മത്സരം, ഫ്ലോറൽ അറേഞ്ച്മെന്റ്, വെജിറ്റബിൾ കാർവിംഗ് തുടങ്ങിയ വിവിധ മത്സരങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. മൈസൂർ ദസറയുടെ ഭാഗമായി ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വളരെ വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് ഈ ഫ്ലവർ ഷോ. അർജുനൻ എന്ന ഗജരാജൻ 1960, 2023
ധീരതയുടെയും ശക്തിയുടെയും പ്രൗഢിയുടെയും പ്രതീകമായിരുന്നു. അർജുനൻ എന്ന ആ പേരിനോട് നീതി പുലർത്തിയ ഈ വീരൻ മൈസൂർ ദസറയുടെ ഇതിഹാസ സാന്നിധ്യമായിരുന്നു. 1960 ജനിക്കുകയും 1968 കാക്കനക്കോട്ടയിൽ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്ത അർജുനൻ കർണാടകയുടെ അഭിമാനമായി വളർന്നു. 1990 മുതൽ അദ്ദേഹം ഗംഭീരമായ ദസറ ജംബോ സഫാരിയുടെ പ്രധാന ആകർഷണമായിരുന്നു. 2012 മുതൽ 2019 വരെ തുടർച്ചയായി 8 വർഷം രാജകീയ സ്വർണ്ണഹൗദ അല്ലെങ്കിൽ അമ്പാരി അന്തസ്സോടെയും അലങ്കാരത്തോടെയും വഹിച്ചുകൊണ്ട് അദ്ദേഹം ദസറയെ അവിസ്മരണീയമാക്കി. കർണാടകയിൽ സ്ത്രീകൾ സൗജന്യ യാത്ര ചെയ്ത ഏറ്റവും കൂടുതൽ ബസ് യാത്രകൾ എന്ന ലോക റെക്കോർഡ് 2025 ജൂലൈ 16 KSRTC, BMTC, NWRTC, KKRTC എന്നീ ഗതാഗത കോർപ്പറേഷനുകളും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ രാമലിംഗ റെഡ്ഡിയും കർണാടക സർക്കാരും ചേർന്ന് സ്വന്തമാക്കി. അതിന്റെ പുഷ്പ ചിത്രീകരണമാണ് നമ്മൾ കാണുന്നത്. വനിതാ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2023 ജൂൺ 11 കർണാടക സർക്കാർ ആരംഭിച്ച ശക്തി പദ്ധതിയുടെ കീഴിൽ 2025 ജൂലൈ 16 വരെയുള്ള കണക്കുകൾ പ്രകാരം സ്ത്രീകൾ 500 കോടി സൗജന്യ ബസ് യാത്രകൾ പ്രയോജനപ്പെടുത്തി. ഇന്നത്തെ ഫ്ലവർ ഷോയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.